എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ഗൗതമിന്റെ അളകനന്ദയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ലക്ഷ്മിയും അരുന്ധതിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മോഹിനിയും ജഗന്നാഥനും കൂടെ അങ്ങോട്ടേക്ക് വരുന്നേ. പിന്നീട് അവര് പറഞ്ഞു, അതെ ഇനിയിപ്പൊ പവിത്രയുടെ ചടങ്ങുകളൊക്കെ ഉണ്ടല്ലോ, പവിത്രയുടെ വീട്ടിൽ നിന്നൊക്കെ ആൾക്കാർ കാണാൻ വരുമെന്ന് പറയണ. ഇത് കേട്ടപ്പോ അരുന്ധതി പറഞ്ഞു, എന്തിനാ അവരിങ്ങോട്ടേക്ക് വരണമെന്ന് ചോദിക്കാം. ജഗന്നാഥൻ പറഞ്ഞു, അത് പിന്നെ പവിത്രയുടെ അച്ഛൻ വരുമെന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അച്ഛൻ വന്ന് കഴിയുമ്പത്തേനും അവർക്ക് നല്ല രീതിയിൽ തന്നെ ഒരു സ്വീകരണം കൊടുക്കണമെന്ന് പറയാം. അരുന്ധതി പറഞ്ഞു, അത് കൊള്ളാലോ, ഭയങ്കര കോമഡി ആയി പോയല്ലോ. കഴിഞ്ഞ തവണ അയാൾ വന്ന് ഉണ്ടാക്കിയിട്ട് പോയ പുകിലുകളൊക്കെ ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട്. അയാൾ ഈ വീട്ടിലേക്ക് പടി കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഈ കുടുംബത്തിന്റെ നാശമാണെന്ന് പറയണം. ഇത് കേട്ടപ്പോ മോഹിനി പറഞ്ഞു, എന്ത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ, പവിത്രമോളുടെ അച്ഛനല്ലേന്ന് ചോദിക്കാം. അവള് പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് അവളുടെ മനസ്സിന് സന്തോഷം കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ വേണ്ടേ ചെയ്യാനെന്ന് ചോദിക്കാം. ലക്ഷ്മി പറഞ്ഞു, അത് ശരിയാ, എന്നാലും ഈ സമയം അരുന്ധതി പറഞ്ഞു, ഇനിയിപ്പൊ അവളുടെ വീട്ടിൽ നിന്ന് വരുവാണെങ്കിൽ സ്വീകരിക്കോ സൽക്കരിക്കോ എന്ത് വേണല്ലോ ആയിക്കോ, പക്ഷെ എന്നെ വിളിച്ചാക്കരുത്. ഞാൻ ആ മുറിയിൽ എങ്ങാനും ഇരുന്നോളാം. എനിക്ക് അയാളുടെ മുഖം കാണുന്ന പോലും ഇഷ്ടമില്ല, ആ രത്നാകരന്റെ, കാരണം അത്രയ്ക്ക് ദുഷ്ടനാ അയാള് എന്നൊക്കെ പറയണ. ഇത് കേട്ടപ്പോ ജഗന്നാഥൻ പറഞ്ഞു, എന്ത് ചെയ്യാനാ ഏട്ടത്തി, ഞങ്ങൾക്കും ആഗ്രഹമുണ്ട്. പക്ഷെങ്കില് അയാൾക്ക് ആഗ്രഹം കാണത്തില്ലേ അയാളുടെ മോളെ കാണുന്ന. അയാളുടെ മോള് പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് അയാൾ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് തടയാനൊന്നും പറ്റില്ലല്ലോ. അതുകൊണ്ട് ഒരു സ്വീകരണമൊക്കെ കൊടുക്കണ്ടേന്ന് ചോദിക്കാം. എന്ത് വേണല്ലോ ആയിക്കോ എന്നൊക്കെ പറഞ്ഞ് അരുന്ധതി അങ്ങോട്ടേക്ക് പോവാണ്. ഈ സമയം ഗോതം ആകെപ്പാടെ ടെൻഷനോട് കൂടിയിട്ട് സിഗരറ്റൊക്കെ വലിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴാണ് പിങ്കി അങ്ങോട്ടേക്ക് വരുന്നത്. പിങ്കി അങ്ങോട്ട് വന്നിട്ട് ആ സിഗരറ്റ് അങ്ങോട്ട് മേടിച്ചെറിഞ്ഞ് കളയുവാണ്. ഓ, ഗോത്തിന് പിന്നെ ഇങ്ങനെ ടെൻഷൻ ഫ്രീ ആക്കാനായിട്ട് ഒന്നാ മദ്യപിക്കാം, അല്ല സിഗരറ്റ് വലിക്കാം, എന്തേലും ചെയ്യാം. പക്ഷെ എന്റെ അവസ്ഥയോ, ഞാൻ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുക. അതിനിപ്പം ഇതൊക്കെ എന്നോട് എന്തിനാ പറയണേ, എന്തിനാ പറയണേന്നോ, ഗോത്തിന് അറിയാലോ. ഗോത്തിന്റെ ഈഗോ കാരണമാണ് നന്ദുവൻ ഇങ്ങനെയായി തീർന്നെ. ഒരു ഫുഡ് കഴിക്കുന്നില്ല, ആരോട് സംസാരിക്കുന്നില്ല, എപ്പോഴും ഒരേ ഇരിപ്പ് തന്നെ ഇരിക്കണമെന്ന് പറയാ. ഓഹോ, അപ്പൊ എല്ലാത്തിനും ഞാനാ കാരണം എന്നല്ല നീ പറയണെന്ന് ചോദിക്കും. അങ്ങനെയല്ല ഗൗതം, ഗൗതം ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്തിനാ, ഒന്നും അറിയത്തില്ലാത്ത പ്രായത്തിൽ അവനെ നമുക്ക് കിട്ടിയതാ. അന്ന് മുതൽ നമ്മള് സ്വന്തം മോനെ പോലെ കരുതി നമ്മൾ അച്ഛനും അമ്മയും ആയിട്ട് അവനെ നോക്കി വളർത്തിക്കൊണ്ട് തന്നെ. പക്ഷെ പെട്ടെന്ന് ഒരു ദിവസം ഗൗതം ഇങ്ങനെ കാണിച്ചു കഴിയുമ്പോഴത്തേനും അവന് സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ, അവന്റെ മനസ്സെന്താ ഗൗതം മനസ്സിലാക്കാത്തതെന്ന് ചോദിക്കുക. ഇത് കേട്ടതും ഗൗതം ഒന്ന് ആലോചിച്ചു. എന്നിട്ട് പറഞ്ഞു, പിങ്കി നീ ഇത് എന്ത് ഉദ്ദേശത്തിലാ പറയണെന്ന് ചോദിക്കാം. ദേ ഗൗതം, ഗൗതത്തിന്റെ ഈഗോയൊക്കെ മാറ്റി വെക്കേണ്ട സമയം കഴിഞ്ഞു. നന്ദ എന്നെ വിളിച്ചു പറഞ്ഞു, ഇനി പഴയ കാര്യങ്ങളെ കുറിച്ചൊന്നും നന്ദുവിനോട് പറയണ്ട, അവന്റെ മനസ്സ് വേദനിക്കുന്നു. ഓഹോ, അപ്പൊ അതിന്റെ ഇടയ്ക്ക് അതും നടന്നില്ലേ, നീ ആരോട് ചോദിച്ചിട്ട് അവളെ വിളിച്ചെന്ന് ചോദിക്കുക. അതിനെന്തിനാ ഞാൻ ഗോത്തിന്റെ അനുമതി മേടിക്കണ്ടേ, എനിക്ക് അനുമതിയുടെ കാര്യമൊന്നുമില്ല. എന്റെ മോന്റെ കാര്യം ആയതുകൊണ്ട് ഞാൻ അവളെ വിളിച്ചെന്ന് പറയാണ്. അത് നിങ്ങൾ ഉദ്ദേശിക്കുന്നതല്ല, നിങ്ങളുടെ ആ പഴയ ആ ഒരു അത്രയും പറഞ്ഞു വന്നപ്പോഴത്തേനും ഗോതമ്പ് നിർത്താൻ പറയണം. ഇനി ഒരു അക്ഷരം പോലും മിണ്ടിയേക്കല്ലെന്ന് പറയണം. ഇത്ര ആയി കഴിഞ്ഞിട്ട് വീണ്ടും എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. അതെ ഗൗതം, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞാനിന്ന് അവളെ കാണാൻ പോകും. എന്തിനാണെന്നറിയോ, അവൾ ഇവിടുന്ന് പോവാണ്. പോകുന്നതിന് മുമ്പ് എനിക്ക് അവളെ കാണണം. ഞാൻ വിളിച്ചു പറഞ്ഞിട്ട് അവൾ ഇങ്ങോട്ടേക്ക് വന്നേ. അങ്ങനെയാണെങ്കിൽ അവളെ പറഞ്ഞു വേണ്ട മര്യാദ എനിക്കുണ്ട്. അതുകൊണ്ട് എനിക്ക് അവളെ കാണാൻ പോകണം. അതിപ്പോ ഗൗതം തടഞ്ഞാലും പോകുന്നു പറഞ്ഞിട്ട് പിങ്കി അങ്ങോട്ടേക്ക് പോവാണ്. ഗൗതത്തിന് വല്ലാത്തൊരു അസ്വസ്ഥ ഫീൽ ചെയ്തു. ഈ സമയം ഗൗരിമോൾ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. ഗൗരിയുടെ അടുത്ത് വന്നിട്ട് നന്ദ പറഞ്ഞു, നല്ല കഥയായി, ഇതെന്തിരിപ്പ മോളെ ഇരിക്കണേ, നിന്നോട് ഞാൻ പ്രത്യേകം പറഞ്ഞില്ലായിരുന്നോ എല്ലാ സാധനങ്ങളും നേരത്തെ നിന്റെ അടുത്ത് പെറുക്കി വെക്കണമെന്ന്. അല്ലെങ്കിൽ ഇനി ശാന്തിപുരത്തി എന്നിട്ട് എന്റെ അമ്മ എന്റെ അത് കണ്ടില്ല ഇത് കണ്ടില്ല എന്നൊക്കെ പറഞ്ഞോണ്ടിരുന്നാണ്ടല്ലോ, നല്ലത് തന്നെ ഇത് മേടിച്ചു കിട്ടുമെന്ന് പറയാം. ഇത് കേട്ടതും ഗൗരി ഒന്നും മിണ്ടുന്നില്ല. അല്ല, നിന്നോടല്ലേ ഞാൻ ഇത്ര സമയം സംസാരിച്ചുകൊണ്ടിരുന്നേ, നീ എന്താ ഒന്നും മിണ്ടാത്തേന്ന് ചോദിക്കാം. നിന്റെ വായിക്കത്തന്നെ നാവില്ലേന്ന് ചോദിക്കാം. ഈ അമ്മയുടെ ഒരു കാര്യം, അതെ എന്റെ വായിക്കകത്ത് നാവൊക്കെ ഉണ്ട്, എനിക്ക് മിണ്ടാൻ താല്പര്യമില്ലെന്ന് പറയാം. അതെന്താ, നമുക്ക് ഇവിടുന്ന് പോവണ്ട അമ്മയെന്ന് പറയണ. പോവണ്ടോന്നോ, നീ എന്താ പറയണേ, നമുക്കിവിടെ കഴിയാന്നേ. ഇവിടെ ആണെങ്കിലേ നന്ദു ഉണ്ട്, പിങ്കി ആന്റി ഉണ്ട്, എല്ലാരും ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഇവിടെ തന്നെ മതിയെന്ന് പറയാം. ഇവിടെ തന്നെ മതിയെന്നോ? അതെ, എനിക്ക് നന്ദുവിനെ കാണാലോ എന്ന് പറയണം. ഓഹോ, അപ്പൊ അതാണ് കാര്യം. അതെ, നമ്മൾ ഇവിടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ശരിയാന്നേ. അമ്മയുടെ ജോലിയും കാര്യങ്ങളൊക്കെ ശാന്തിപുരത്തല്ലേ. അത് പിന്നെ അമ്മയെ ജോലി അവിടെയാന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, ഞാനൊരു ഹെലികോപ്റ്റർ എടുത്താം, എന്നിട്ട് ഡെയിലി പോയിട്ട് വരാം. അതാകുമ്പോൾ കുഴപ്പമുണ്ടോന്ന് ചോദിക്കാം മോൾക്ക്. അമ്മേനെ കളിയാക്കൊന്നും വേണ്ടാന്ന് പറയാം. പിന്നല്ലാതെ പറഞ്ഞാൽ എന്താ ഗൗരി നിനക്ക് മനസ്സിലാകത്തെ, നീ കുഞ്ഞൊന്നും അല്ലല്ലോ, ഇത്രയും അറിവും കാര്യങ്ങളൊക്കെ ആയില്ലേ, പറഞ്ഞാൽ മനസ്സിലാക്കേണ്ട പ്രായമൊക്കെ ആയില്ലേ. നിനക്ക് അമ്മയുടെ വിഷമങ്ങളും വേദനകളും കഷ്ടപ്പാടുകളും എല്ലാം അറിയാവുന്നതല്ലേ. നിന്നോട് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടില്ലേ അതൊക്കെ നോക്കിയും കണ്ടും വളരണമെന്ന്. ഇനിയിപ്പൊ നിനക്ക് നിന്റെ ഇഷ്ടപ്രകാരം ജീവിക്കണമെങ്കിൽ, എവിടെയും നിൽക്കണമെങ്കിൽ നീ ഇച്ചിരി പ്രായമാവട്ടെ. ആ സമയത്ത് നിനക്ക് നിന്റേതായ ജീവിതം ജീവിക്കാം. പക്ഷെ ഇപ്പോഴ് എന്റെ തണലിൽ നീ ജീവിച്ചാൽ മതി. പറഞ്ഞ കേട്ടല്ലോ. ഇത് കേട്ടപ്പോൾ ഗൗരിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. പറയുന്ന അനുസരിക്ക് പോയി ബാഗൊക്കെ എല്ലാം പാക്ക് ചെയ്യാൻ പറയാണ്.
അപ്പോഴേക്കാണ് ഗൗരിന്ന് ഒരു വിളിയട്ടെ. നന്ദുവാണ്. നന്ദു ഓടി അങ്ങോട്ട് വരികയാണ്. ഓടി വന്നിട്ട് ഗൗരീനെ കെട്ടി അങ്ങോട്ട് പിടിക്കുകയാണ്. ആഹാ, ഇതാരാ നന്ദുമോനോ? എങ്ങനെയുണ്ടിപ്പം? എനിക്ക് കുഴപ്പമൊന്നുമില്ല ആന്റി എന്ന് പറയണം. അപ്പോഴേക്കും പിങ്കി അങ്ങോട്ടേക്ക് വന്നു. പിങ്കിനെ കണ്ട നന്ദു വെച്ചു, എന്ത് പറ്റി പിങ്കി? അത് പിന്നെ നിങ്ങൾ പോകുമല്ലേ, പോകുന്നതിന് മുമ്പൊന്ന് കണ്ടേക്കാന്ന് കരുതി വന്നതെന്ന് പറയണ. ആണോ? അല്ല, എന്തെടുക്കുമായിരുന്നു എന്താ? ഞാനേ കൊണ്ടുപോകാനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് വെക്കുക. എല്ലാം ഒന്നേ തൊട്ട് തുടങ്ങിയിട്ടുള്ളൂ. കുറെ സമയം വേണം എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് അടുക്കി പെറുക്കി വെക്കണമെങ്കിൽ എന്ന് പറയണം. ആണോ? ഞാൻ വന്ന ഡിസ്റ്റർബൻസ് ആയോ? ഇല്ല. അല്ല, പിങ്കി ഇപ്പൊ പോകണത് കുറച്ച് കഴിഞ്ഞിട്ടുള്ളോ? കാരണം നന്ദുവിന് കുറച്ച് ട്രെയിനിങ് കാര്യങ്ങളൊക്കെ കൊടുക്കണ്ട, അതുകൊണ്ടാണ് ചോദിച്ചേ. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടുള്ളൂ. എന്താണെന്ന് അറിയത്തില്ല, വന്നിപ്പോ ഒരു തലവേദന എന്ന് പറയണം. ആണോ? എന്നാ ഒരു കാര്യം ചെയ്യാം, ബാമോ എന്തെങ്കിലും മെഡിസിൻ എന്തെങ്കിലും തരട്ടേന്ന് ചോദിക്കും. അതൊന്നും വേണ്ട, നല്ല കടുപ്പത്തിനൊരു ചായ കിട്ടിയാൽ മതി എന്ന് പറയാം. എന്നാ ശരി, പിങ്കി ഇവിടെ നിൽക്കുക, ഞാൻ പോയി എടുത്തോണ്ട് വരാമെന്ന് പറയണം. ഇത് കേട്ടതും പിങ്കി പറഞ്ഞു, അതെന്താ? ഞാൻ അടുക്കളയിൽ വന്ന എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഞാൻ അടുക്കളയിലേക്ക് വരാമെന്ന് പറയണം. അപ്പോഴേക്കും ഗൗരിയുടെ കയ്യില് നന്ദു പിടിച്ചിട്ട് പറഞ്ഞു, അതെ നമുക്ക് കളിച്ചാലോ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ അവരെ അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ്. ഈ സമയത്ത് ഗൗരി പറഞ്ഞു, അല്ല നീ നിന്റെ അച്ഛനും അമ്മയും കണ്ടെത്തിയില്ലോ എന്ന് ചോദിക്കണം. ഇത് കേട്ടപ്പോ നന്ദു പറഞ്ഞു, ഇല്ല നീയല്ല എന്നോട് പറഞ്ഞേ എന്റെ പേരൻസിനെ കണ്ടെത്തി തരാന്ന്, എന്നിട്ടിപ്പൊ നീ പോവുകയാണോന്ന് ചോദിക്കണം. അത് പിന്നെ ഞാന് അമ്മ എന്നെ കൂട്ടിക്കൊണ്ട് പോയാൽ പിന്നെ എനിക്ക് ഇനി ഇങ്ങോട്ടേക്ക് വരാൻ പറ്റില്ല, നിന്നെ കാണാൻ പോലും പറ്റില്ല എന്ന് പറയണം. ഈ സമയം നന്ദു പറഞ്ഞു, അപ്പൊ ഇനി എന്ത് ചെയ്യും? എന്റെ പേരൻസിനെ എങ്ങനെ കണ്ടെത്തും? എടാ, അതിന് എവിടെയായാലും കുറെ ആൾക്കൂട്ടമൊക്കെ വേണം. വല്ല ഉത്സവമോ പെരുന്നാളോ അങ്ങനെയൊക്കെ നടക്കുന്ന സമയത്ത് നമുക്ക് അവിടെ പോയി അന്വേഷിക്കാൻ പറ്റുള്ളൂ എന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഒരു നിമിഷം ആലോചിച്ചിട്ട് നന്ദു പറഞ്ഞു, അതിന് ഉത്സവം ഉണ്ടല്ലോ. എവിടെ? എന്റെ അമ്മയൊക്കെ പറയുന്ന കേട്ടു ഇവിടെ അടുത്തൊരു ക്ഷേത്രത്തിൽ ഉത്സവം ഉണ്ടെന്ന്, അവിടെ കുറെ ആൾക്കാർ കാണുമെന്ന് പറയാം. ആണോ? എങ്കിൽ നമുക്ക് ഇപ്പൊ തന്നെ പോയാലോ അങ്ങോട്ടേക്ക്? അല്ല, അപ്പൊ ഇവിടെ അതൊരു കാര്യം ചെയ്യാം, നിനക്ക് വേണ്ടിയിട്ട് ഞാൻ പ്ലക്കാർഡൊക്കെ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന, നമുക്ക് പോകാന്ന് പറയണം. അതിന് നമ്മൾ ഫ്രണ്ടിൽ കൂടെ പോയി പിടിക്കില്ലേ, അതിനൊക്കെ ഒരു വഴിയുണ്ട്, നമുക്ക് പുറവശത്തോടെ ആരും കാണാതെ പോകാന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടെ എന്ത് ചെയ്യാണ്, പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. ഈ സമയത്ത് അടുക്കളയിലായിരുന്നു പിങ്കി നന്ദി. അവരിതൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് പിങ്കി നന്ദിയോട് ചോദിച്ചു, അല്ല എല്ലാം എടുത്തു പെറുക്കി വെച്ചോന്ന് ചോദിക്കാം. എടുത്തു പെറുക്കി വെച്ചു. എനിക്കും ഗൗരിക്കും അത്യാവശ്യം എത്ര തുണിയുണ്ട്? കുറച്ച് തുണികളൊക്കെ അല്ലേ ഉള്ളൂ. അല്ല നിർമ്മൽ എന്തിയെ? നിർമ്മലിനെ കണ്ടില്ലേ എന്ന് ചോദിക്കാം. ഇത് കേട്ടാൽ നന്ദ പറഞ്ഞു, അല്ല നീ വരുന്ന സമയത്തൊക്കെ നിർമ്മലിനെ ഇവിടെ കാണാറുണ്ടോ എന്ന് ചോദിക്കും. ഇല്ല, ഇടയ്ക്ക് വല്ലപ്പോഴല്ലേ ഉള്ളൂ. നിർമ്മലിൻ്റെതായ ഒരു ടവല് പോലും ഇവിടെ ഇല്ലാന്ന് പറയണേ. എല്ലാം എന്റെയും ഗൗരിയുടെ മാത്രമേ ഉള്ളൂ. ഈ സമയം പിങ്കിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ടായി. പിന്നീട് പിങ്കി പറഞ്ഞു, ഞാനിങ്ങോട്ട് വന്ന് ഗുഹത്തിന് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയണേ. ഇത് കേട്ടപ്പോൾ നന്ദ പറഞ്ഞു, പിന്നെ എന്തിനാ പിങ്കി ഇങ്ങോട്ടേക്ക് വരാൻ പോയെന്ന് ചോദിക്കുക. പക്ഷെ എനിക്ക് നന്ദയെ കാണാതിരിക്കാൻ പറ്റില്ലല്ലോ, ഞാൻ വിളിച്ചിട്ടല്ല നന്ദ ഇങ്ങോട്ടേക്ക് വന്നേന്ന് ചോദിക്കുക. അപ്പൊ നന്ദയെ പറഞ്ഞു വരേണ്ട കടമ എനിക്കില്ലേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ നന്ദ പറഞ്ഞു, അതിന്റെ ആവശ്യമൊന്നും ഇല്ലാന്ന് പറയണം. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു പക്ഷേങ്കിൽ അവിടെ കിടന്ന് ഞാൻ ഇവിടെ എത്തണമെങ്കിൽ അതൊരു നിയോഗമായിട്ട് വന്നതായിരിക്കണം. ഞാൻ ഒരു കാര്യമായിട്ട് വന്നു, ആ കാര്യം കഴിഞ്ഞു, ഇനി ഞാൻ തിരിച്ചു പോവാ, അതിനപ്പുറത്തേക്ക് നമ്മൾ തമ്മിലൊന്നും ഇല്ലാന്ന് പറയണം. ഇത് കേട്ടതും പിങ്കി ഒരു നിമിഷം ആലോചിച്ചിട്ട് പറഞ്ഞു, ഗൗതത്തിന്റെ മനസ്സിൽ എന്താന്ന് എനിക്കറിയാം. ഗൗതത്തിന്റെ മനസ്സിൽ നന്ദിയോട് ദേഷ്യം വരാൻ കാരണം നിർമ്മല. ഒരു പക്ഷെ നിർമ്മലിനെ കുറിച്ചുള്ള സത്യങ്ങളൊക്കെ ഗൗതത്തിനോട് തുറന്നു പറയുകയാണെങ്കിൽ ഇത്ര ദേഷ്യം വരില്ല എന്ന് പറയണം. ഇത് കേട്ടപ്പോൾ നന്ദ പറഞ്ഞു, ഞാനെന്തിനാ എല്ലാവരും എന്നെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ തുറന്നു പറയേണ്ട ആവശ്യമുണ്ടോ? ഞാനും പിങ്കിയും തമ്മിൽ ഒരു ഡോക്ടറും ഒരു പേഷ്യന്റ് അമ്മയെന്നുള്ള ബന്ധത്തിനപ്പുറം വേറെ ഒന്നുമില്ല. അതുപോലെ തന്നെ മറ്റാരുമായിട്ടും ഈ പറയുന്ന പിങ്കിയുടെ ഭർത്താവായിട്ടും എനിക്ക് യാതൊരു ബന്ധവും ഇപ്പം ഇല്ല. പിന്നെ ഞാൻ ഇതൊക്കെ എൻ്റെ മനസ്സിലുള്ള സത്യങ്ങളും കാര്യങ്ങളും എൻ്റെ വേദനകളും ഒക്കെ നിങ്ങളോട് തുറന്നു പറയേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. പിങ്കി പറഞ്ഞു, അല്ല അത് പിന്നെ നന്ദ, ഞാൻ വേണ്ട പിങ്കി, കൂടുതലൊന്നും പറയണ്ട. ഞാൻ ചിലപ്പോൾ പല സത്യങ്ങളും വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിങ്കി നിന്റെ കഴുത്തി കിടക്കാൻ താലി ചിലപ്പോൾ ഇല്ലാതായെന്ന് വരും. അതുകൊണ്ട് അതിന്റെ ആവശ്യമില്ലെന്ന് പറയണം. ഏതൊരു ഭാര്യ ഒരു കാരണവശാലും ആഗ്രഹിക്കില്ല സ്വന്തം കഴുത്തി കിടക്കുന്ന താലി മറ്റൊരു പെണ്ണ് അടിച്ചുകൊണ്ട് പോകുന്ന കാണാനായിട്ട്. കാരണം അവൾക്ക് ഏറ്റവും വിഷമമുള്ള കാര്യമാണിത്. തൻ്റെ ഭർത്താവ് മറ്റൊരു പെണ്ണെ അടിച്ചുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അത് ചിന്തിക്കാൻ പറ്റുന്നതിൽ അപ്പുറം വേണം. കാരണം ആ ഒരു ടെൻഷൻ അവളുടെ മനസ്സിൽ കടന്നു കൂടിയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് മാത്രമായിരിക്കും അവളുടെ മനസ്സിലെ ചിന്ത എന്ന് പറയാം. അവളത് ഓരോ നിമിഷവും വേദനയോട് കൂടിയിട്ടായിരിക്കും ഓരോ ദിവസം തള്ളി നിൽക്കണമെന്ന് പറയാം. അത് കുറെ നന്നായിട്ട് ഞാൻ അനുഭവിച്ചോളാം. പിങ്കിക്ക് നന്നായിട്ട് അറിയാലോ എൻ്റെ കഴുത്തിൽ കിടക്കാൻ താലി എപ്പോഴാണ് മറ്റൊരു പെണ്ണ് അടിച്ചുകൊണ്ട് പോകുന്ന ഓർത്ത് ഓരോ നിമിഷവും ഉരുകി കഴിഞ്ഞോളാം ഞാൻ. ആ വേദന ഇപ്പൊ നീ ചിലപ്പോൾ മനസ്സിലാക്കുന്നുണ്ടായിരിക്കും ഞാനിവിടെ വന്നതിന് ശേഷം. ഇപ്പൊ ഞാൻ കൂടുതലൊന്നും പറയണ്ടല്ലോ എന്ന് പറയണം. അങ്ങനെ നൈസായിട്ട് പിങ്കിക്കിട്ടൊരു അടി കൊടുക്കുവാണ് നന്ദ. അതുകൊണ്ട് കൂടുതലായിട്ടൊന്നും എനിക്ക് പറയാനില്ലെന്ന് പറയാം. നിനക്ക് തലവേദന എന്നല്ല പറഞ്ഞേ, നീ ചായ കുടിക്കുക. അത് കഴിഞ്ഞിട്ട് നന്ദമോനം കൂട്ടി പോകാൻ നോക്ക്. എൻ്റെ നിർമ്മലിന്റെ ഗൗരിയുടെ കാര്യങ്ങളെക്കുറിച്ചൊന്നും ഞാൻ ആരോടും പറയാനായിട്ട് ഒട്ടും തയ്യാറല്ലെന്ന് പറയണം. പിങ്കിക്ക് മനസ്സിലായി നന്ദ ഇനി ഒന്നും പറയാനൊന്നും പോകുന്നില്ല.
എന്ന് മനസ്സിലാവാണ്. പിന്നീട് നന്ദ എന്ത് ചെയ്യണം, അകത്തേക്ക് ചെന്നു. അകത്തേക്ക് എന്നിട്ട് കുട്ടികളെ നോക്കുവാണ്. അവിടെ എങ്ങും നോക്കിയിട്ട് കണ്ടില്ല. ഇവരിത് എവിടെ പോയി എന്ന് കരുതിയിട്ട് അവിടെയൊക്കെ നോക്കുവാണ്. പിന്നെ വിളിച്ചിട്ട് കേട്ടില്ല. അപ്പോഴേക്കും പിങ്കി അങ്ങോട്ടേക്ക് വന്നു. എന്താ നന്ദ, എന്താ കാര്യം, എന്താ? കുട്ടികളെ ഇവിടെ കണ്ടില്ല എന്ന് പറയണ. കണ്ടില്ലേ, ഇത് എവിടെ പോവാനാ? പെട്ടെന്ന് മുറിയിലേക്ക് എന്ന് നോക്കി. മുറി ടേബിളിൽ ഒരു പേപ്പർ എഴുതി വെച്ചിരിക്കുന്നു. അതിനകത്ത് ഞാനും നന്ദുവും കൂടെ നന്ദുവിന്റെ പേരൻസിനെ അന്വേഷിച്ച് പോകുന്നു പറഞ്ഞുകൊണ്ട് ഗൗരി എഴുതി വെച്ചിരിക്കുന്നത്. ദൈവമേ, എന്റെ ഭഗവാനെ, ഇത് എങ്ങോട്ടാ പോലും പോയത്? പെട്ടെന്ന് നന്ദയുടെ മനസ്സിൽ കൂടെ കാര്യങ്ങളൊക്കെ കടന്നു പോവാണ്. പ്ലക്കാർഡ് എഴുതി വെച്ചും താൻ ചോദിച്ചതും അവ പറഞ്ഞു നന്ദുവിന്റെ പേരൻസിനെ കാണാനായിട്ടാണ് ഈ പ്ലക്കാർഡ്, അവരെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടാന്ന് ഗൗരി പറഞ്ഞൊക്കെ. ഈ കാര്യങ്ങളെല്ലാം പിങ്കിയോട് പറയണം. പിങ്കിക്കും ഒരു വല്ലാത്ത ഞെട്ടലാണ് ഉണ്ടായത്. ഇനിയിപ്പോൾ എന്ത് ചെയ്യും നന്ദ, നമ്മളെന്ന് ചോദിക്കാം. നമുക്ക് അന്വേഷിക്കാം. ഒരു പക്ഷേ ഉത്സവപ്പറമ്പിൽ അങ്ങനെയൊക്കെ വല്ലയിടത്ത് പോയിട്ടുണ്ടെന്ന് അറിയത്തില്ല. പിങ്കി പറഞ്ഞു, ഇവിടെ അടുത്തൊരു ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്നുണ്ടെന്ന് പറയണം. അങ്ങനെയാണ് അങ്ങോട്ട് പോയിട്ടുണ്ടായിരിക്കോ? അതോ ഇനിയിപ്പോൾ വല്ല വഴിയിലും വല്ല ഈ പ്ലക്കാർഡും പൊക്കി പിടിച്ചോണ്ട് ഇരിക്കുവാണെന്നും അറിയില്ലല്ലോ. ദൈവമേ, ഇനി എന്താ ചെയ്യണ്ടേ എന്നൊക്കെ ഓർത്തും രണ്ടുപേർക്കും ആപ്പാ ടെൻഷനായിരുന്നു. ഈ സമയം പിങ്കി പറഞ്ഞു, അല്ല അവൻ എന്താ ഇങ്ങനെ? അവന്റെ പേരൻസ് ഞങ്ങളല്ലേന്ന് ചോദിക്കും. അതിനിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കാനുള്ള സമയമല്ല പിങ്കി. എത്രയും പെട്ടെന്ന് അവനെ നമുക്ക് കണ്ടെത്തണമെന്ന് പറയണം. പിന്നീട് എന്ത് ചെയ്യാണ്, നന്ദുവും ഗൗരിയും കൂടെ അങ്ങോട്ട് പോവാണ്. പോകുന്ന വഴിക്ക് നന്ദു ചോദിച്ചു, അല്ല നമ്മൾ ഇത്രയും ദൂരം നടക്കാനാണെന്ന് ചോദിക്കും. ഇത് കേട്ടപ്പോൾ ഗൗരി പറഞ്ഞു, അതെ നമുക്കൊരു ഓട്ടോറിക്ഷ പോവാന്ന് പറയണം. അതിന് പൈസയൊക്കെ വേണ്ടേ? പൈസയോ? അതൊക്കെ എൻ്റെ ഉണ്ടെന്ന് പറയണം. നിന്റെ ഉണ്ടോ? എൻ്റെ പൈസയൊക്കെ ഉണ്ട്. ഇത് കേട്ടപ്പോൾ നന്ദു പറഞ്ഞു, എൻ്റെ പൈസയൊന്നും ഇല്ല. ഞാൻ പൈസ എടുക്കണമെന്ന് ഒന്നും തീരുമാനിച്ചിട്ടില്ലായിരുന്നു. കാരണം ഇങ്ങനെ ഒരു കാര്യം എനിക്ക് അറിയില്ലായിരുന്നല്ലോ. അതൊന്നും കുഴപ്പമില്ല, നമുക്കൊരു ഓട്ടോറിക്ഷ പോകാന്ന് പറഞ്ഞിട്ട് അവരുടെ ഒരു ഓട്ടോറിക്ഷ വന്നപ്പോൾ കൈ കാണിക്കണം. അപ്പം ഓട്ടോക്കാരൻ ചോദിച്ചു, എങ്ങോടാ? ഉത്സവത്തിന് പോകണമെന്ന് പറയാം. ഏത് ഉത്സവത്തിന്? ഇവിടെ അടുത്തുള്ള, അതെ കുറെ അമ്പലത്തിൽ ഉത്സവമുണ്ട്, അത് എവിടെയാന്ന് അറിഞ്ഞാൽ മതി എന്ന് പറയും. തൊട്ടടുത്തുള്ള എവിടെയാന്ന് അങ്ങോട്ട് വിട്ടോളാൻ പറയണം. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ആ ഓട്ടോറിക്ഷയ്ക്ക് അങ്ങോട്ട് പോവാണ്. ഈ സമയം പിങ്കിയും നന്ദി ആ പട വിഷമത്തിലാണ്. പിന്നീട് പിങ്കി ഗൗതനെ വിളിക്കുകയാണ്. ഗൗതനെ വിളിച്ചിട്ട് പറഞ്ഞു, അതെ കുട്ടികളെ രണ്ടുപേരെയും കാണാനില്ലെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ ഗൗതം ഞെട്ടി. ഗൗതം ചോദിച്ചു, എന്താ പറയണമെന്ന് വെക്കും. അതെ കുട്ടികളെ രണ്ടുപേരെയും കാണാനില്ല. പിന്നീട് കാര്യങ്ങൾ പറയണം. ഗൗതം ഇങ്ങോട്ടിന്ന് വരാമെന്ന് ചോദിക്കുകയാണ്. കേട്ട പാതി കേൾക്കാത്ത പാതി ഗൗതം അങ്ങോട്ടേക്ക് ഓടിപ്പോവാണ്. ഈ സമയം ഗൗരിയും നന്ദും കൂടെ ഓട്ടോയിൽ പോവാണ്. പോണ സമയത്ത് നന്ദു പറഞ്ഞു, അല്ല പോകുമ്പോ എനിക്ക് എന്റെ അച്ഛനമ്മയും കണ്ടെത്താൻ പറ്റുമെന്ന് ചോദിക്കുക. നന്ദുവിന് ഈ പറച്ചിൽ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗൗരി പറഞ്ഞു, അതെന്താ ഇല്ലാത്ത, നമുക്ക് കാണാൻ പറ്റുമെന്ന് പറയാം. അപ്പൊ തന്നെ ഓട്ടോറിക്ഷക്കാരൻ ചോദിച്ചു, അപ്പൊ നിങ്ങൾ പേരൻസ് ഇല്ലാതെയാണോ നിങ്ങൾ രണ്ടും പോകുന്നേ? അവിടെ നിങ്ങളുടെ പേരൻസ് ഇല്ലേന്ന് ചോദിക്കണം. ഇല്ല എന്ന് പറയണേ. ഞങ്ങളെ ഇവന്റെ അച്ഛനും അമ്മയും കണ്ടെത്താൻ പോവാന്ന് പറയണേ. അച്ഛനും അമ്മയും കണ്ടെത്താനായിട്ടാ? അതെ അങ്കിളെന്ന് പറയണ. പെട്ടെന്ന് നന്ദു പറഞ്ഞു, ഗൗരി മിണ്ടല്ലെന്ന് പറയണ. അതെന്താ? നമ്മളെ എല്ലാവരുടെയും ഇങ്ങനെയൊക്കെ തുറന്നൊന്നും പറയില്ല, അറിയാലോ. സ്ട്രേഞ്ചേഴ്സിനെ നമ്മൾ കൂടുതൽ അടുപ്പിക്കരുത്. ഇയാളോട് നമുക്കെല്ലാം തുറന്നു പറയേണ്ട കാര്യമൊന്നും ഇല്ലെന്ന് പറയണം. അങ്ങനെ കുറച്ചുകൂടെ അങ്ങോട്ട് വണ്ടി എന്ന് കഴിഞ്ഞപ്പോഴത്തേനും അവിടെ വണ്ടി തടഞ്ഞിരുത്തി ചെക്കിംഗ് ഉണ്ടായിരുന്നു. ആ സമയത്ത് ഓട്ടോക്കാരൻ പോലീസുകാരൻ്റെ അടുത്തേക്ക് ഇറങ്ങി പോവാണ്. അങ്ങനെ അയാളുടെ എന്നിട്ട് പറഞ്ഞു, അതെ എൻ്റെ പൊന്നു സാറെ രക്ഷിക്കണം. 2 കുട്ടികൾ എൻ്റെ വണ്ടിയിൽ കയറ്റുണ്ട്. എവിടുന്ന് എന്താ ഏതൊന്നും അറിയത്തില്ല. അവരാണെങ്കിലോ കുഞ്ഞു കുട്ടികളും കൂടെയാ. ഒരു പക്ഷേങ്കിൽ വീട് വിട്ട് ഇറങ്ങിയേക്കുന്നതാണോന്നും പറയാൻ പറ്റില്ല. സാർ എങ്ങനെയും രക്ഷിക്കണമെന്ന് പറയണം. ഈ സമയത്ത് ആകെപ്പാട് ടെൻഷനായിരുന്നു നന്ദുവിനും ഗൗരിക്കും. ദൈവമേ, ആ പോലീസുകാരോട് സംസാരിക്കുന്നുണ്ടല്ലോ, നമുക്ക് പോയാലും ചോദിച്ചിട്ട് അവർ ഓട്ടോയിൽ നിന്ന് ഇറങ്ങി പെട്ടെന്ന് അവിടുന്ന് പോവാണ്. ഈ സമയത്ത് പോലീസുകാരനെ കൂട്ടി ഓട്ടോക്കാരൻ അങ്ങോട്ട് വന്ന് ഓട്ടോറിക്ഷയ്ക്കകത്ത് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും അതിനകത്ത് ആരെയും കണ്ടില്ല. എടോ ഇവിടെ കുട്ടികളുണ്ടെന്ന് പറഞ്ഞിട്ടോ? ഉണ്ടായിരുന്നു സാറേ, ഞാൻ അങ്ങോട്ട് സാറിൻ്റെ അടുത്തേക്ക് വരുമ്പോഴും ഉണ്ടായിരുന്നു പറയണം. എങ്ങോട്ടും രക്ഷപ്പെട്ട് കാണുമായിരിക്കും എന്ന് പറയാം. ഒരു കാര്യം ചെയ്യാം, ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ കൺട്രോൾ റൂമിലേക്ക് അറിയിക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൺട്രോൾ റൂമിലേക്കൊക്കെ വിളിച്ചു പറയണം. ഈ സമയം പിങ്കിയും നന്ദയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അത് ആകെപ്പാട് ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടേ. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.